വെൽക്കം ടു ദ ക്ലാസ് ലോ ഓഫ് ടോർട്ട് എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ലോ ഓഫ് ടോർട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് ലോനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭീം സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ലോ ഓഫ് ടോർട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കേസാണ് ഇത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ലോ ഓഫ് ടോർട്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 കേസസ് എടുത്താൽ അതിൽ ഒരെണ്ണമാണ് ഈ ഭീം സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് JNK എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കേസ് എന്താണെന്ന് മനസ്സിലാക്കാം. നോക്കാം നമുക്ക്. യെസ്, അപ്പോൾ ഈ കേസിന്റെ സൈറ്റേഷൻ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. AIR 1986 സുപ്രീം കോർട്ട് ഡിസിഷൻ ആണ്. ARന്റെ സുപ്രീം കോർട്ട് 494 എന്നുള്ള പേജിലാണ് ഈ കേസ് നമുക്ക് കിട്ടുക. ഓക്കെ, ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയോ? ഈ ഭീം സിംഗ് എന്ന് പറയുന്ന വ്യക്തി ജമ്മു ആൻഡ് കാശ്മീരിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലത്തെ മെമ്പർ ആയിരുന്നു. അയാള് ബജറ്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു ഈ നമ്മളുടെ ഭീം സിംഗ്. അപ്പോൾ MLA ആണല്ലോ, അപ്പോൾ ബജറ്റ് സെഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ഒരു രാവിലെ ഏർലി മോർണിംഗ് ഒരു 3 മണിക്കൊക്കെ പോലീസുകാര് തടഞ്ഞു വെച്ചത് കൃത്യമായ ഒരു കാരണമൊന്നും അപ്പോൾ അതിന് ഉണ്ടായിരുന്നില്ല എന്നാണ് എന്തായാലും ഭീം സിംഗിന്റെ പാർട്ട്ണറും ഒക്കെ പറയണത്. എന്തായാലും ചില കാരണങ്ങളൊക്കെ പറഞ്ഞ് തടഞ്ഞു വെച്ചു. അപ്പോൾ ഇങ്ങനെ ബജറ്റ് സെഷന് പോവുകയാണ്, എനിക്കതിൽ അറ്റൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചാലും വിട്ടില്ല. എന്ന് മാത്രമല്ല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും 2 ദിവസം അവിടെ ഡീറ്റെയിൻ ചെയ്യുകയും ചെയ്തു. കൃത്യമായിട്ടുള്ള കാരണങ്ങളൊന്നും ഇല്ലാതെയുള്ള ഈ അറസ്റ്റ് അൺലോഫുൾ ആയിട്ടുള്ള ഒരു അറസ്റ്റ് ആണ്. അതിനെതിരെ ഈ അവരുടെ എന്താ പറയാ ഭീം സിംഗിന്റെ പാർട്ട്ണർ, ഭീം സിംഗിന്റെ വൈഫ് കോടതിയിൽ പോവുകയും അവിടുന്ന് ഇത് അൺലോഫുൾ ആയിട്ടുള്ള ഒരു അറസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് ഭീം സിംഗിനെ വിടാനുള്ള ഒരു ഓർഡർ കിട്ടുകയും ചെയ്തു. അപ്പൊ ഈ 24 hours ലാസ്റ്റ് മിനിറ്റിലാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. അപ്പോൾ എന്തായാലും അവിടെ വെച്ചിട്ട് ഇത് അൺലോഫുൾ ആയിരുന്നു, ഒരു കാരണം ഇല്ലാണ്ടുള്ള ഒരു അറസ്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തിനെ വെറുതെ വിടുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഇദ്ദേഹം ഒരു സിവിൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇവിടെ വയലേറ്റ് ആയത്. ഒരു കാരണവും ഇല്ലാതെ ബജറ്റ് സെഷനിൽ പോയിക്കൊണ്ടിരുന്ന എന്നെ തടഞ്ഞു വയ്ക്കുക വഴി എനിക്ക് ആ ബജറ്റ് സെഷനിൽ പങ്കെടുക്കാനുള്ള എന്റെ അവകാശത്തിനെ ഇവർ വയലേറ്റ് ചെയ്തു. അപ്പോ അതുവഴി എന്താണ് ഉണ്ടാവുന്നത്? എനിക്ക് എൻ്റെ ഒരു റൈറ്റ് വയലേഷൻ ഉണ്ടായി. സാധാരണ നമ്മൾ ലോ ഓഫ് ടോർട്ടിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ലോ ഓഫ് ടോർട്ട് ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചുറിക്ക് കോമ്പൻസേഷൻ തരും. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമം. ഉബിജസ് ഇബി റെമഡിയം. എവിടെയാണോ നിങ്ങൾക്ക് ഒരു റൈറ്റ് വയലേഷൻ ഉണ്ടായത് അവിടെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. സാധാരണയായിട്ട് കോമ്പൻസേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത് നിങ്ങൾക്കൊരു ഇഞ്ചുറി ഉണ്ടാവുമ്പോഴാണ് ആണല്ലോ. ഇപ്പോൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായി അല്ലെങ്കിൽ മെന്റലായിട്ട് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായി, അപ്പോൾ അത്തരത്തിലുള്ള ഒരു നമുക്കൊരു നഷ്ടം സംഭവിച്ചു എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മാത്രമാണ് ആ നഷ്ടത്തിനെയല്ലേ നഷ്ടത്തിനാണല്ലോ നമ്മൾ നഷ്ടപരിഹാരം മേടിക്കുന്നത്. അപ്പൊ ഈ കോമ്പൻസേഷൻ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് വേർ ദർ ഈസ് എൻ ഇഞ്ചുറി ആണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഇഞ്ചുറി പറയാനില്ല. കാരണം ഭീം സിംഗ് എന്ന് പറയുന്ന ഈ MLA അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ആ ബഡ്ജറ്റ് സെഷന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അറ്റൻഡ് ചെയ്തില്ല എന്നതുകൊണ്ട് ഭീം സിംഗിനും കാര്യമായ ഒരു പ്രത്യേക നഷ്ടവും വന്നിട്ടില്ല. അപ്പോ ഇഞ്ചുറി ഇല്ല അവിടെ. പക്ഷെ എന്നാൽ അതേസമയം ഇദ്ദേഹത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റിന് ഒരു കാരണവും കൂടാതെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വയലേഷൻ ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഈ കേസിന്റെ പ്രത്യേകത ഇതാണ്. പ്രത്യേകിച്ച് ഒരു ഇഞ്ചുറിയും നമുക്ക് പ്രൂവ് ചെയ്യാൻ ഇല്ലാതിരുന്നിട്ടും കോടതി പറഞ്ഞു ഈ ചെയ്ത തെറ്റ് അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ ചെയ്ത തെറ്റിനുള്ള കോമ്പൻസേഷൻ ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഭീം സിംഗിന് ഒരു കോമ്പൻസേഷൻ കൊടുക്കണം എന്ന്. ആ കോമ്പൻസേഷൻ വളരെ വലിയൊരു എമൗണ്ട് ആയിരുന്നു. കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇയാൾക്ക് സംഭവിച്ചു എന്ന് പറയുന്ന ഈ നഷ്ടവുമായിട്ട് അല്ലെങ്കിൽ നഷ്ടമില്ലായ്മയുമായിട്ട് സംഭവിച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ ഉണ്ടായത്, അതുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയൊരു എമൗണ്ട് ആണ് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത്. അത് ഭീം സിംഗിന് കൊടുക്കണം എന്നല്ല പറഞ്ഞത്, കോടതിയിൽ കെട്ടിവെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതായത്
ഭീംസിംഗിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നതിൽ കൂടുതലായിട്ട് ഗവൺമെന്റിന് ഒരു പെനാൽറ്റി പോലെയാണ് ഈ കോമ്പൻസേഷൻ വന്നത്. അപ്പോൾ ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. അതായത് ഇഞ്ചുറി ഇല്ലാത്ത ഒരു കേസിലും അവിടെ ഒരു റൈറ്റ് വയലേഷൻ ഉണ്ടായി എന്നതുകൊണ്ട് എതിർ പാർട്ടി കോമ്പൻസേഷൻ കൊടുക്കണം എന്ന ജഡ്ജ്മെന്റ് വന്നു എന്നതാണ് ഈ ഭീംസിംഗ് വേഴ്സസ് JNK എന്നുള്ള കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ലോ ഓഫ് ടോർട്ടില് വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ് ലോ ആണ്. ഓക്കെ.